ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോസ് തിയറം എന്നുള്ള ഒരു ഫേമസ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പബ്ലിക് ഇക്കണോമിക്സിൽ അല്ലെങ്കിൽ വെൽഫെയർ ഇക്കണോമിക്സിലൊക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഇക്കണോമിക്സിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കിത് എന്താണെന്ന് നോക്കാം. ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ ബ്രിട്ടീഷ് അമേരിക്കൻ ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള റൊണാൾഡ് കോസ് ആണ്. അപ്പൊ ഇദ്ദേഹം 1960-ലാണ് കോസ് തിയറം എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നത്. ആക്ച്വലി കോസ് എന്ന് പറയുന്ന ആ ഒരു കോസ് തിയറത്തിന്റെ കോസ് ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നും ഉണ്ടായതാണ്. അപ്പോ ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഒരു മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി സിസ്റ്റം നമുക്ക് എന്തെങ്കിലും ഒരു ഈ പ്രോബ്ലം എസ്പെഷ്യലി ഒരു എക്സ്റ്റേണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഫിഷ്യന്റ് ലെവൽ ഓഫ് ഒരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് മാർക്കറ്റിൽ എഫിഷ്യൻസി സിറ്റുവേഷൻ ഈവൻ ഗവൺമെന്റ് ഇല്ലെങ്കിൽ കൂടി നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടി, റൊണാൾഡ് കോസിന് 1991 നൊബേൽ പ്രൈസ് ഫോർ ഇക്കണോമിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദിസ് പേഴ്സൺ ഇസ് എ നൊബേൽ ലോറിയറ്റ് ഇൻ ഇക്കണോമിക്സ്. ഓക്കെ, പിന്നെ നമുക്ക് കോസ് തിയറം എന്താണെന്ന് മനസ്സിലാക്കാം. അതിനു മുന്നേ തന്നെ നമുക്ക് ഏതൊരു തിയറിയിലും ഉള്ളതുപോലെ കോസ് തിയറത്തിലും നമുക്ക് ഒരുപാട് അസംഷൻസ് ഉണ്ട്. അതായത് നമുക്ക് പ്രീ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് കോസ് തിയറം പറയുന്നത്. കാരണം ഇത്രയും അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെയുള്ള ഒരു സെറ്റിംഗിൽ മാത്രമേ നമുക്ക് ഈ കോസ് തിയറം വർക്ക് ആവത്തുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് അസംഷൻസ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. നമുക്കറിയാം നമ്മുടെ ഇക്കോണമിയിൽ പല ഇക്കണോമിക് ഏജൻസ് ഉണ്ട്. ഒരുപാട് ഇക്കണോമിക് ഏജൻസ് ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും, കൺസ്യൂമേഴ്സ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഇക്കണോമിക് ഏജൻസ്. അപ്പൊ ഈ എല്ലാ ഇക്കണോമിക് ഏജൻസും അവർക്ക് എല്ലാം തന്നെ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും എന്നാണ് കോസ് ഇവിടെ ഒന്ന് അസ്യൂം ചെയ്യുന്നത്. പെർഫെക്റ്റ് ഇൻഫോർമേഷൻ എപ്പോഴും പോസിബിൾ ആകുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചറിലാണ് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന അത്രയും ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ അത്രയും ഒരു ഐഡിയൽ ഫോം ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ റിയാലിറ്റിയിൽ വരുമ്പം കാണാൻ സാധിക്കില്ല. അപ്പോ അങ്ങനെയുള്ള സെറ്റിംഗിൽ നമുക്ക് ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ ഈ അസംഷനെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ റിയാലിറ്റിയിൽ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ആ തിയറി എങ്ങനെയാണ് റിയാലിറ്റിയിൽ വർക്ക് ആവുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ കോഴ്സ് ഇവിടെ ബിലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ അസ്യൂം ചെയ്യുന്നത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നാണ്. അടുത്ത അസംഷൻ, കൺസ്യൂമേഴ്സ് പ്രൈസ് ടേക്കേഴ്സ്. അഗൈൻ പ്രൈസ് ടേക്കിംഗ് അസംഷൻ ആണ് എടുത്തേക്കുന്നത്. ഇവിടെയും നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെയാണല്ലോ പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും പ്രൈസ് ടേക്കർ ആയിട്ടിരിക്കുന്നത്. വാട്ട് എവർ ഇൻഫോർമേഷൻ ഇസ് ഗിവൺ ഇൻ ദ മാർക്കറ്റ്, ഇവർക്കെല്ലാം ആ ഇൻഫോർമേഷൻ എല്ലാം ഉണ്ടായിരിക്കും, കംപ്ലീറ്റ് നോളജ് ഉണ്ടായിരിക്കും, കംപ്ലീറ്റ് അവയർനെസ് ഉണ്ടായിരിക്കും. ഇവർക്ക് മാർക്കറ്റ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് സെല്ലിംഗ് ഹോമോജിനസ് പ്രൊഡക്റ്റ്. ഇതാണല്ലോ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ അസംഷൻ. അപ്പൊ ഇതൊക്കെ സാധ്യമാകുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ആർക്കും ഒരു സെല്ലറിനും പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, മാർക്കറ്റ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വാട്ട് എവർ പ്രൈസസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് അതായിരിക്കും ഇവരും എടുക്കുന്നത്. ആ ഒരു പ്രൈസിലായിരിക്കും പുതിയതായിട്ട് ഒരു പ്രൊഡ്യൂസർ വന്നാലും അയാളും ആ പ്രൈസിലായിരിക്കും സാധനം വിൽക്കുന്നത്. അപ്പോൾ പ്രൈസ് ടേക്കർ അസംഷനും ഇവിടെ കോഴ്സ് എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ റിയലിസ്റ്റിക് അല്ല എന്നുള്ളത്. അടുത്തത്, there is costless court system for enforcing agreements. ഒരു എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് എൻഫോഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് കോസ്റ്റ് ഒന്നും തന്നെ ഇൻവോൾവ് ചെയ്യാത്ത ഒരു കോസ്റ്റ് സിസ്റ്റമാണ്. അപ്പോ
ഒരു പെർട്ടിക്കുലർ എഗ്രിമെന്റ് എൻഫോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം, അതിന്റെ ഗൈഡ് ലൈൻസും റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കോസ്റ്റും ആകുന്നില്ല എന്നാണ് കോഴ്സ് ഇവിടെ ബിലീവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഡെഫിനറ്റ്ലി അത് റിയാലിറ്റിയിലേക്ക് വരുമ്പോ ഇങ്ങനെ അല്ല. നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് കോസ്റ്റ് ആവുന്നതായിരിക്കും. പക്ഷെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഐഡിയ കോഴ്സ് ഇവിടെ എടുക്കുന്നില്ല. കോഴ്സ് ഇവിടെ കോസ്റ്റ്ലെസ് സെറ്റിംഗിലാണ് അദ്ദേഹത്തിന്റെ തിയറി പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത അസംഷൻ, കൺസ്യൂമേഴ്സ് മാക്സിമൈസ് യൂട്ടിലിറ്റി ആൻഡ് പ്രൊഡ്യൂസേഴ്സ് മാക്സിമൈസ് പ്രോഫിറ്റ്. ഇക്കണോമിക് ഏജന്റ് എന്ന് പറയുന്നത് അവരെല്ലാം തന്നെ അവരുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്നവരായിരിക്കും, മാക്സിമൈസ് ദെയർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് നമുക്ക് കോഴ്സ് ഇവിടെ ബിലീവ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം എല്ലായ്പ്പോഴും കൺസ്യൂമേഴ്സ് അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ദോ അവർ ഇഷ്ടപ്പെടുന്നത് അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും അവർക്ക് ചിലപ്പോഴൊക്കെ അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി പ്രൊഡ്യൂസേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ഇഷ്ടം പ്രോഫിറ്റ് എപ്പോഴും മാക്സിമൈസ് ചെയ്യാനാണ്. പക്ഷെ ചില സമയത്തൊക്കെ ഈ പ്രൊഡ്യൂസേഴ്സിന് ലോസ് സഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ലോസ് വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ബിസിനസ് എക്സിറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും കോഴ്സ് ഇവിടെ എടുക്കുന്നില്ല. കൺസ്യൂമേഴ്സ് യൂട്ടിലിറ്റി മാക്സിമൈസിങ് ഏജന്റ്സ് ആണെന്നും പ്രൊഡ്യൂസേഴ്സ് പ്രോഫിറ്റ് മാക്സിമൈസിങ് ഏജന്റ്സ് ആണെന്നും ഒക്കെയാണ് കോഴ്സ് ഇവിടെ ബിലീവ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഐഡിയാസിനൊക്കെ ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ അസംഷൻസിൽ തന്നെ ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിലും ഇത്രയും അസംഷൻസ് എടുത്തിട്ടാണ് ഇദ്ദേഹം, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ അസംഷൻസ് എടുത്തിട്ടാണ് ഇദ്ദേഹം ഇയാളുടെ തിയറി സെറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത അസംഷൻ, there are no income or wealth effect. അപ്പൊ ഇൻകം എഫക്റ്റും ഇല്ല, വെൽത്ത് എഫക്റ്റും ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു കമ്മോഡിറ്റി വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഏതൊരു ഇക്കണോമിക് ഡിസിഷൻ എടുത്താലും അത് നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിവൈലിംഗ് ഫൈനാൻഷ്യൽ കണ്ടീഷൻ നമ്മൾ എന്തായാലും എടുത്തിട്ടായിരിക്കും ആ ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ലോട്ടറി എടുക്കാനായിട്ട് പോകും. ലോട്ടറി എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം ഇൻകം ഉണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി നമുക്കറിയാം ഒരു പക്ഷെ എനിക്ക് ലോട്ടറി അടിക്കുമായിരിക്കും എന്നുള്ള രീതി വെച്ചിട്ടായിരിക്കും നമ്മൾ പോയി എടുക്കുന്നത്, അല്ലെ? പക്ഷെ അപ്പോഴും നമുക്ക് ലോട്ടറി എടുക്കാനായിട്ടുള്ള ഇൻകം നമ്മുടെ കയ്യിൽ വേണ്ടേ? അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോട്ടറി എടുക്കാനായിട്ട് പറ്റൂ. അത് മാത്രമല്ല, ഇൻ കേസ് ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം അവിടെ കൂടുകയാണ്, അല്ലെ? ഇൻ കേസ് ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം അവിടെ കൂടുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം നമ്മുടെ ബിഹേവിയറിലും നമ്മുടെ ഇക്കണോമിക് അല്ലെങ്കിൽ കൺസംഷൻ ബിഹേവിയറിലും ഒക്കെ തന്നെ പിന്നീട് ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള എഫക്ട് ഒന്നും തന്നെ കോഴ്സ് ഇവിടെ എടുക്കുന്നില്ല. അഗൈൻ ഇറ്റ്സ് ആൻ അൺറിയലിസ്റ്റിക് അസംഷൻ. അടുത്തത് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇവിടെ വരുന്നില്ല എന്നാണ് കോഴ്സ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു റിയലിസ്റ്റിക് സെറ്റിംഗിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ലാത്ത അവസ്ഥകൾ എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. But again, it's an unrealistic assumption that we are having here. So, ഇത്രയും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസിന്റെ ബേസിസിലാണ് റൊണാൾഡ് കോസ് അദ്ദേഹത്തിന്റെ കോസ് തിയറം എന്നുള്ള തിയറി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ തിയറിയുടെ ക്രിറ്റിസിസംസും കൂടിയാണ്. ഈ അസംഷൻസ് ഇത്രയും അൺറിയലിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഞാൻ ആ തിയറിയിലേക്ക് കടക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, when conflicting property rights occur, bargaining between the parties involved would lead to an efficient outcome, regardless of which party is initially awarded the property rights, as long as the transaction costs associated with bargaining are negligible. അപ്പോ കോൺഫ്ലിക്റ്റിംഗ് പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ കേസ് ആണ് നമ്മൾ പറയും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഓണർ ആരാണ്? നമ്മൾ തന്നെ ആയിരിക്കും. ഇപ്പൊ എനിക്ക് ഒരു പർട്ടിക്കുലർ പ്ലോട്ട് ഓഫ് ലാൻഡ് ഉണ്ടെങ്കിൽ അത് എന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ അതിന്റെ അർത്ഥം ഞാനാണ് ആ പ്രോപ്പർട്ടിയുടെ ഓണർ. ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഇറ്റ്സ് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഐ ആം ദ ഓണർ, അല്ലെ?
അപ്പൊ അങ്ങനെ വരപ്പോ അവിടെ ഒരു കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമില്ല. എല്ലായിടത്തും റെക്കോർഡ്സ് ഉണ്ട്, ഞാനാണ് ആ പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയെ പറ്റിയിട്ടല്ല പറയുന്നത്. കോൺഫ്ലിക്റ്റിംഗ് പ്രോപ്പർട്ടി റൈറ്റ്സ് വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയും പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് അതിനെ ഒരു കോമൺ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാം. കോമൺ പ്രോപ്പർട്ടി, ഫോർ എക്സാമ്പിൾ ഒരു റിവറിന്റെ കേസ് എടുക്കാം. റിവർ എന്ന് പറയുമ്പോ ആരും ആ റിവർ ഓൺ ചെയ്യുന്നില്ല. ഇറ്റ്സ് എ കോമൺ പ്രോപ്പർട്ടി. ഇറ്റ്സ് എ നാച്ചുറൽ റിസോഴ്സ്, ഇറ്റ്സ് എ കോമൺ പ്രോപ്പർട്ടി അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഈ റിവറിൽ നിന്നും എല്ലാവർക്കും വെള്ളം എടുക്കാം, ഈ റിവറിനെ എല്ലാവർക്കും ഉപയോഗിക്കാം അല്ലെ. അപ്പോ ഒരാൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ റിവറിൽ നിന്ന് വാട്ടർ എടുക്കുന്നതുകൊണ്ട് മറ്റേ ആൾക്ക് പറയാൻ പറ്റില്ല നീ എടുക്കരുത്, കാരണം ഇത് നിന്റെ റിവർ അല്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതേ അതായത് ഇങ്ങനെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ മറ്റേ ആൾക്കും പറയാൻ പറ്റും നിനക്കും എടുക്കാൻ കഴിയില്ലല്ലോ, കാരണം ഇത് നിന്റെയും റിവർ അല്ലല്ലോ എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഡ്രൗട്ട് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള അടിയും കലഹങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്കും അവരുടെ സ്വന്തം പ്രോപ്പർട്ടി ആണ് റിവർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം റിവർ എന്ന് പറയുന്നത് ഒരു കോമൺ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നൗ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കോൺഫ്ലിക്റ്റിംഗ് സിനാറിയോ വരുമ്പോൾ ബാർഗെയിനിങ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഇൻവോൾവ് വിൽ ലീഡ് ടു എഫിഷ്യന്റ് ഔട്ട്കം. ഈ റിവർ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാര്, റിവർ വാട്ടർ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർ തമ്മിലുള്ള ഒരു നെഗോസിയേഷൻ, ബാർഗെയിനിങ്, അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് വഴി നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റും. ആർക്കായിരുന്നു ഇനിഷ്യലി ആ റിവറിന്റെ പ്രോപ്പർട്ടി റൈറ്റ് എന്നുള്ളത് നമുക്ക് ശരിക്കും ഇവിടെ ഒരു നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം നമ്മൾ ട്രാൻസാക്ഷൻ കോസ്റ്റേ ഇല്ല അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ് എന്നുള്ള സെറ്റിക്കലാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ പറയാം, അതുവഴി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോ ജസ്റ്റ് അസ്യൂം ദാറ്റ് ദിസ് ഇസ് എ റിവർ. ഇതൊരു റിവർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇതൊരു റിവർ ആണ്, ഇവിടെ നിന്നും ഇവിടത്തേക്കാണ് ഒഴുകുന്നത്, ഈ ഒരു ഡയറക്ഷനിലാണ് റിവർ ഒഴുകുന്നത്. ഓക്കെ, ഫ്രം ദിസ് ഡയറക്ഷൻ ടു ദിസ് ഡിറക്ഷൻ, ഇങ്ങനെയാണ് റിവർ ഒഴുകുന്നത്. അപ്പൊ പീരീഡ് വണ്ണിൽ സംഭവിക്കുന്ന കാര്യമാണ് ആദ്യം നോക്കേണ്ടത്. ഈ റിവറിന്റെ ഈ ഒരു ബാങ്ക് സൈഡില് നമുക്കൊരു ബേക്കറി ഉണ്ട്. അതായത് പീരീഡ് വണ്ണില് റിവറിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ബേക്കറി ഉണ്ട്. അപ്പൊ ഈ ബേക്കറി ഓണർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ റിവറിൽ നിന്നും വെള്ളം എടുക്കും. അദ്ദേഹം ഈ റിവറിൽ നിന്നും വെള്ളം എടുത്തിട്ടാണ് ആ ബേക്കറിയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ എടുക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ബേക്കറിയിലെ ഡിഷസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇദ്ദേഹം ഈ റിവറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പൊ ഇതാണ് പീരീഡ് വണ്ണിലുള്ള കാര്യം. ഇനി പീരീഡ് ടൂവില് ഇവിടെ ഒരു ചേഞ്ച് നടക്കുന്നുണ്ട്. പീരീഡ് ടു ആവുമ്പോൾ ഒരു ചേഞ്ച്. എന്താണ് ആ ചേഞ്ച്? പീരീഡ് ടൂവില് ഈ റിവറിന്റെ ഈ ഒരു ബാങ്കില് ഒരു ഫാക്ടറി വന്നു. ഓക്കെ, ഒരു ഫാക്ടറി വന്നു. ഈ ഫാക്ടറി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ഫാക്ടറിയിൽ നിന്നും ഉള്ള വേസ്റ്റ് എല്ലാം കൂടി ഈ റിവറിലാണ് ഡംപ് ചെയ്യുന്നത്. അപ്പൊ റിമെമ്പർ, ഈ ബേക്കറിയിലേക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമെല്ലാം റിവറിൽ നിന്ന് എടുത്തിരുന്നു. ശരിക്കും ഈ റിവർ അദ്ദേഹത്തിൻ്റെതല്ല, ബേക്കറി ഓണറിന്റെ റിവർ അല്ല, പക്ഷെ അദ്ദേഹം റിവറിന്റെ വാട്ടർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഫാക്ടറി ഈ റിവറിന്റെ ഈ വശത്ത് സ്ഥാപിച്ചത്. അപ്പോ നമുക്കറിയാം റിവർ ഈ ഒരു ഡയറക്ഷനിൽ ഒഴുകുന്നത് കൊണ്ട് തന്നെ ഈ ഫാക്ടറി ഓണർ റിവർ പൊല്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് ബേക്കറി ഓണറിന് എന്തായാലും ഈ റിവറിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് പറ്റില്ല, കാരണം പൊല്യൂട്ടഡ് വാട്ടർ ആണ് റിവർ ഈ ഡയറക്ഷനിൽ ഒഴുകുന്നുണ്ട്. അതാണ് നമ്മുടെ ബേക്കറി ഓണറിന് കിട്ടുന്നത്. അപ്പോ ഇവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. കാരണം ഈ ഫാക്ടറി ഓണറിൻ്റെതല്ല റിവർ, അഗൈൻ ബേക്കറി ഓണറിൻ്റെതല്ല റിവർ, രണ്ടുപേരുടെയും അല്ല, പക്ഷെ രണ്ടുപേർക്കും ഈ റിവർ യൂട്ടിലൈസ് ചെയ്യാനുള്ള അധികാരം ഇല്ല എന്ന് നമുക്ക് പറയത്തില്ല. ദേ ക്യാൻ യൂട്ടിലൈസ് ഇറ്റ്, ഇറ്റ്സ് എ നാച്ചുറൽ റിസോഴ്സ്. അപ്പൊ അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, ഒരു നാച്ചുറൽ വേയിൽ ഒരു റൈറ്റ് ഉണ്ട്. പക്ഷെ ആർക്കും റിവറിനെ പൊല്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് ഒന്നുമില്ല, അത് വേറൊരു കാര്യം. നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു എഫിഷ്യന്റ് ഔട്ട്കം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്? ഇനി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഗവൺമെന്റ് ഇല്ലാത്ത ഒരു സെറ്റിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. നോ ഗവൺമെന്റ്. ഇതാണ് കോഴ്സിന്റെ അടുത്ത ഒരു
അസംഷൻ. ഗവൺമെന്റ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു എഫിഷ്യന്റ് ലെവൽ ഓഫ് ഔട്ട്കമിൽ എത്താൻ പറ്റും? അപ്പൊ ഇവര് രണ്ടുപേരും മാത്രമുള്ള ഒരു എക്കോണമിയാണേ. കാരണം നമ്മൾ സിംപ്ലസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇക്കോണമിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്യണം. അവർ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുന്നു. ബേക്കറി ഓണർ പറഞ്ഞു, ഫാക്ടറി ഓണറിന്റെ അടുത്ത് പറയുന്നു, നിങ്ങൾ വരുന്നതിന് മുന്നേ ഞാനായിരുന്നു ഈ റിവറിൽ നിന്ന് വെള്ളം എടുത്തിരുന്നത്. ഞാൻ ഇവിടെ നിന്നായിരുന്നു വെള്ളം എടുത്തിരുന്നത്. അതുവഴിയാണ് എന്റെ ബേക്കറിയുടെ ആവശ്യങ്ങളൊക്കെ നടന്നു പോയത്. ഇപ്പൊ നിങ്ങളിത് പൊല്യൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഓൾട്ടർനേറ്റീവ് വേ ഓഫ് ഗെറ്റിംഗ് വാട്ടർ, അല്ലെങ്കിൽ വേറൊരു സോഴ്സ് വാട്ടർ കണ്ടുപിടിക്കാനാണെങ്കിൽ എനിക്കൊരു 500 രൂപയോളം ചെലവാകും. ഓക്കെ, ഞാൻ വേറൊരു മെത്തേഡ് വഴി വെള്ളം എടുക്കാനാണെങ്കിൽ എനിക്കൊരു 500 രൂപ ചെലവാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ റിവറിൽ വേസ്റ്റ് ഡംപ് ചെയ്യരുത് എന്ന് ബേക്കറി ഓണർ ഫാക്ടറി ഓണറിനോട് പറയുന്നു. അപ്പൊ ഫാക്ടറി ഓണർ പറയാണ്, ഓക്കെ, നിങ്ങൾക്ക് 500 രൂപയല്ലേ ചെലവാകുന്നുള്ളൂ, ഞാൻ വേറൊരു മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡംപിങ്ങിന് പോയാൽ, അല്ലെങ്കിൽ വേസ്റ്റ് മാറ്റാനായിട്ട് ഞാൻ വേറൊരു മെത്തേഡ് പോവുകയാണെങ്കിൽ എനിക്ക് 1000 രൂപ ചെലവാകും. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ബേക്കറി ഓണറിന് 500 രൂപ മാത്രമേ ചെലവാകുന്നുള്ളൂ വേറെ എവിടെന്നെങ്കിലും വെള്ളം കണ്ടെത്തി എടുക്കാനായിട്ട്. പക്ഷെ ഫാക്ടറി ഓണറിന് അദ്ദേഹത്തിന്റെ വേസ്റ്റ് ഡംപ് ചെയ്യാൻ വേറൊരു സ്ഥലം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ 1000 രൂപ ചെലവാകുന്നു. ഇവിടെ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ബേക്കറി ഓണറിനാണ് കുറച്ച് കോസ്റ്റ് മാത്രം ചെലവാകുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ബേക്കറി ഓണറിന്റെ അടുത്ത് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് കുറച്ച് പൈസയല്ലേ ചെലവാകത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ഒരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഫാക്ടറി ഓണർ നമ്മുടെ റിവറിൽ വേസ്റ്റ് ഡംപ് ചെയ്യുമ്പോൾ റിവർ പൊല്യൂട്ടഡ് ആവുകയാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു സെറ്റിങ്ങിൽ എങ്ങനെയാണ് ഗവൺമെന്റ് പോലും ഇല്ലാതെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കത്തിൽ എത്താൻ പറ്റുന്നത് എന്നാണ് നോക്കേണ്ടത്. ഇവിടുത്തെ നമ്മുടെ എഫിഷ്യന്റ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം എൻവയോൺമെന്റിനെ നമ്മൾ മാനിക്കുക. ഇങ്ങനെ ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി, പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്, അല്ലെ? ഫാക്ടറി ഓണർ കാരണം ഉണ്ടായ ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ് പൊല്യൂഷൻ. അപ്പോ ഈ ഒരു ബേക്കറി ഓണറും ഫാക്ടറി ഓണറും തമ്മിലുള്ള ഈ ഒരു ശരിക്കും പറഞ്ഞ ഒരു കോൾഡ് വാർ ആണ്. ഇവര് വാക്കുകൾ തമ്മിൽ കൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഇവർ പേരും കൂടി ഒരുമിച്ചിരുന്ന് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പൊ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. ഫാക്ടറി ഓണർ കാരണം ബേക്കറി ഓണറിന് ഉണ്ടായ ഒരു കോസ്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ചിന്തിച്ചിട്ട് ഒരു ഔട്ട്കം എങ്ങനെ സോഷ്യലി എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് മാനറിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഫാക്ടറി ഓണറിന് 1000 രൂപ ചെലവാകുന്നുണ്ട്, ബേക്കറി ഓണറിന് 500 രൂപ മാത്രമേ ചെലവാകുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ ഫാക്ടറി ഓണർ പറയാണ്, ഓക്കെ, ഞാൻ പൊല്യൂഷൻ എൻഡ് ചെയ്യാൻ റെഡിയാണ്, എനിക്ക് 1000 രൂപ ആകുന്നതിൽ ഒരു 500 രൂപ നിങ്ങൾ തരൂ, 500 രൂപ ഞാനിടാം. സോ ഔട്ട് ഓഫ് ഈ 1000 റുപ്പീസിൽ ഫാക്ടറി ഓണർ 500 രൂപ ഇടുന്നു, ബേക്കറി ഓണർ 500 രൂപ ഇടുന്നു. എന്തുകൊണ്ടാണ് ബേക്കറി ഓണർ 500 രൂപ ഇടുന്നത്? ബേക്കറി ഓണറിന് എന്തായാലും 500 രൂപ ഓൾട്ടർനേറ്റീവ് വേ ഓഫ് ഗെറ്റിംഗ് വാട്ടറിന് പോയാൽ ചെലവാകും. അദ്ദേഹം വേറൊരു വേ ഓഫ് ഗെറ്റിംഗ് വാട്ടറിന് പോയാൽ അദ്ദേഹത്തിന് 500 രൂപ ചെലവാകും. ഇപ്പൊ മറ്റൊരു സോഴ്സ് അദ്ദേഹം കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതേ വെള്ളം തന്നെ അദ്ദേഹത്തിന്, റിവർ വാട്ടർ തന്നെ അദ്ദേഹത്തിന് ഉപയോഗിക്കാം. പക്ഷെ വേറൊരു സോഴ്സിലേക്ക് പോകുമ്പോൾ കൊടുക്കേണ്ടുന്ന 500 രൂപ ഇവിടെ അദ്ദേഹം ബേക്കറി ഓണർ ഫാക്ടറി ഓണറിന് കൊടുക്കുന്നു. അപ്പോൾ ആ 500 ഇവിടെ സ്പെൻഡ് ആവുന്നു. അപ്പോൾ ഔട്ട് ഓഫ് ദിസ് 1000 റുപ്പീസ് 500 രൂപ ബേക്കറി ഓണർ ഇടുന്നു, 500 രൂപ ഫാക്ടറി ഓണർ ഇടുന്നു. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഫാക്ടറി ഓണറിന് വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള വേസ്റ്റ് ഡംപിങ് പോസിബിലിറ്റി അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ സോഷ്യലി എഫിഷ്യന്റ് ഔട്ട്കം വന്നു. നമുക്ക് ഇവിടെ ഗവൺമെന്റ് വേണ്ട. പക്ഷെ നമ്മൾ ഇവിടെ ആകെ ചെയ്തത് എന്താണ്? ബാർഗെയിനിങ് പ്രിൻസിപ്പിൾ മാത്രമായിരുന്നു. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി സിറ്റുവേഷൻ എടുത്തിട്ട് ഇങ്ങനെയുള്ള ഒരു കോസ്റ്റ് തിയറം ആപ്ലിക്കേഷൻ പോസിബിൾ ആക്കി എടുക്കാൻ പറ്റുമെന്നാണ്. അഗൈൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുപാട് അൺറിയലിസ്റ്റിക് അസംഷൻസ് ആണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും അൺറിയലിസ്റ്റിക് അസംഷൻസ് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ
വർക്ക്ഔട്ട് ആകത്തില്ല. സോ ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ ഓഫ് കോസ്റ്റ് തിയറം. അപ്പൊ കോസ്റ്റ് തിയറത്തിന്റെ അൺറിയലിസ്റ്റിക് അസംഷൻ ആണ് ഒന്നാമതേ നമുക്ക് പറയേണ്ടത് ഇതിന്റെ മേജർ ക്രിറ്റിസിസം ആയിട്ട്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റും ഈ നെഗോസിയേഷൻ ബാർഗെയിനിങ് കൈൻഡ് ഓഫ് പ്രിൻസിപ്പിൾ ഇവിടെ രണ്ടുപേരായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഇവിടെ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ, ഫാക്ടറി ഓണറും ബേക്കറി ഓണറും. പക്ഷേ റിയാലിറ്റിയിൽ സെയിം റിവർ തന്നെ ഈ രണ്ടുപേര് മാത്രം ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്, ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കും. അപ്പൊ ഇത്രയും ആൾക്കാരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു മീറ്റിംഗിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലാതെ എടുക്കുമ്പോൾ അത് സോഷ്യലി എഫിഷ്യന്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അഗൈൻ അതിന്റെ പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ അത് അഗൈൻ ഇറ്റ്സ് ആൻ അനദർ ലിമിറ്റേഷൻ ഇങ്ങനെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കോസ്റ്റ് തിയറത്തിന്റെ മറ്റൊരു ലിമിറ്റേഷൻ ആണത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇഫ് നിങ്ങൾ ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, വീക്ക്ലി ടെസ്റ്റ് ആസ് വെൽ ആസ് സം സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ നമ്മുടെ ലേൺ എക്കണോമി ആപ്പിൽ അവൈലബിൾ ആണ്. സോ അത്രയാണ് ഇന്ന് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.